നമസ്കാരം. നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. നമ്മൾ ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചോ സനാതന ധർമ്മത്തെക്കുറിച്ചോ പറയുമ്പോൾ പലരും പൊതുവായി പറയുന്ന ഒരു കാര്യമാണ് വളരെ റിഗ്രസീവായ, വളരെ പിന്തിരിപ്പനായ, സ്ത്രീകൾക്ക് യാതൊരുവിധ അവകാശങ്ങളും കൊടുക്കാത്ത ഒരു അപരിഷ്കൃതമായ ഒരു മതമായിട്ടാണ് പലരും അതിനെ പറയാറുള്ളത്. അതിനായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത് സ്ത്രീധനം പോലുള്ള ദുരാചാരങ്ങളാണ്. ശരിയാണ്, സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു ദുരാചാരമാണ്. എന്നാൽ ഇത് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. വേദകാലഘട്ടത്തിൽ സ്ത്രീധനം നിലനിന്നിരുന്നു, അല്ലെങ്കിൽ പൗരാണിക ഭാരതത്തിൽ സ്ത്രീധനം നിലനിന്നിരുന്നു. എന്നാൽ അത് ഇന്നത്തെ സ്ത്രീധന സമ്പ്രദായത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്തായിരുന്നല്ലേ, പൗരാണിക ഭാരതത്തിൽ കല്യാണം കഴിഞ്ഞു പോകുന്ന പെൺമക്കൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാതാപിതാക്കൾ ഒരുപാട് സമ്മാനങ്ങളും വസ്തുവകകളും ഒക്കെ കൊടുക്കുമായിരുന്നു. എന്നാൽ ഇതിൽ പരിപൂർണമായ അവകാശം സ്ത്രീകൾക്കായിരുന്നു. ഭർത്താവിന് ഇതിന്മേൽ യാതൊരുവിധ അവകാശവും ഇല്ലായിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ട വസ്തുവകകൾ ഒരിക്കലും കച്ചവട സാധ്യമായിരുന്നില്ല. ഇത് അമ്മയിൽ നിന്ന് മകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടവയായിരുന്നു. എന്നാൽ പിന്നീട് എങ്ങനെയാണ് ഈ സ്ത്രീധന സമ്പ്രദായം നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറിയത്? നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1000-1500 വർഷങ്ങളിൽ ഭാരതം ഒട്ടനേകം വൈദേശിക അധിനിവേശങ്ങളെ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ മുഗളന്മാരുടെ ആക്രമണമായാലും ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, അങ്ങനെ ഒരുപാട് അനേകം വൈദേശിക അധിനിവേശങ്ങളെ ഈ കാലയളവിൽ ഭാരതം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചെയ്തിരുന്നത് നമ്മുടെ സംസ്കാരത്തെ പരിപൂർണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം അത്രയേറെ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് അത് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ അവർക്ക് നമ്മളിൽ മേൽ അധികാരം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നമ്മളെ അടിച്ചമർത്താൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് നമ്മുടെ പല ആചാരങ്ങളും ഇത്തരത്തിൽ ദുരാചാരങ്ങളായിട്ട് മാറിയത്. അതിനൊരു ഉദാഹരണം മാത്രമാണ് സ്ത്രീധനം. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്. അതായത് ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടി പോലും ഇല്ലെങ്കിൽ അതിൻ്റെ സ്വത്തവകാശം, ആ കുടുംബത്തിലെ മുഴുവൻ സ്വത്തുക്കളും ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലാവും. അപ്പോൾ ഇതാണ് പിൽക്കാലത്ത് നമ്മുടെ ഇന്ന് കാണുന്ന സ്ത്രീധന സമ്പ്രദായത്തിലേക്ക് വഴിവെച്ചത്. നമ്മൾ പലരും ഇന്ത്യയെ ഒരു പാഴ് രാജ്യമായിട്ട് കാണുന്നവരാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ മികച്ചൊരു ജീവിത നിലവാരമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരുപാട് സ്ത്രീ സുരക്ഷിതത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നടക്കുന്ന സ്ത്രീപീഡന മരണങ്ങളെക്കാൾ കൂടുതലാണ് വിദേശ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രീസിൽ, USA പോലുള്ള വെസ്റ്റേൺ കൺട്രീസിൽ ഇൻഷുറൻസിന്റെ പേരിൽ ഭാര്യമാർ കൊല്ലപ്പെടുന്നത്. അതിനാൽ തന്നെ സനാതന ധർമ്മത്തെ അല്ലെങ്കിൽ ഭാരത സംസ്കൃതിയെ അപരിഷ്കൃതമാണെന്നും റിഗ്രസീവ് ആണെന്നും സ്ത്രീകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും കൊടുക്കാത്ത ഒരു മതമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ സംസ്കാരമായിട്ട് കാണുന്നവർ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അത്തരത്തിൽ പറയുക. മാത്രമല്ല, ഇത്തരത്തിൽ ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് മക്കളെ കൊലക്കളത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന മാതാപിതാക്കൾ അത് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമല്ലോ. തുടർന്നും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നതിന് അത് അനിവാര്യമാണ്. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.